ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കുംബ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നാണ്. ജോയിൽ ബവേരിയയിൽ നിന്ന് വന്നതാണ്. ഞങ്ങളെല്ലാം കൈസസോട്ട് പല ഭാഗത്തു നിന്ന് വന്ന്. അപ്പം നമുക്ക് നേരെ കുംബയിലേക്ക് കിടക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 തൊട്ട് 10:30 വരെയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഇവരെ വിളിച്ച് സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാടൻ വിഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ മെനു കാർഡൊക്കെ ഒന്ന് തിരിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ചായ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ മസാല ചായ ഓർഡർ ചെയ്തു, കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തു, പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ കെരാറ്റിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ട് മെയിൻ കോഴ്സ് എന്താ വേണ്ടതെന്നുള്ള ഡിസ്കഷനിലായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അധികം നേരം എടുക്കാതെ തന്നെ അവർ ഫസ്റ്റ് ഡ്രിങ്ക്സ് കൊണ്ട് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് ചെയ്യുന്നതിൻ്റെ മടുപ്പൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും തന്നെ മലയാളികളാണ്. അപ്പം നമുക്ക് നാട്ടിൽ ചെന്ന ഒരു ഫീലായിരിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുമ്പോഴത്തേക്ക് കിട്ടുന്നത്. ഇവരുടെ സർവീസ് ആണെങ്കിൽ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. മെനു കാർഡിൽ കപ്പ ബിരിയാണി എന്ന് കണ്ടപ്പോൾ തന്നെ ഞാനത് ഫിക്സ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാടൻ പൊറോട്ടയും ബീഫ് റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പം ഓർഡർ ചെയ്തായിരുന്നു, തട്ടുദോശ ഓർഡർ ചെയ്തു, ബട്ടർ നാൻ ഓർഡർ ചെയ്തു, പിന്നെ ഫിഷ് മാങ്ങാക്കറി ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ ഇവരുടെ കേരള ഷാപ്പ് ഫിഷ് കറി ഓർഡർ ചെയ്തു, കടായി ചിക്കൻ ഓർഡർ ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ കുറേ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കപ്പ ബിരിയാണിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു കപ്പ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പൊറോട്ടയുടെ അതിനേക്കാൾ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ തട്ടുദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പം ഓർഡർ ചെയ്തു. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇവരുടെ ഫിഷ് മാങ്ങാക്കറിയാണ്. ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫിഷ് മാങ്ങാക്കറി സത്യം പറഞ്ഞാൽ ഫിഷ് മാങ്ങാക്കറിക്ക് അവിടെ പിടിച്ചു കറിയായിരുന്നു. ആ ഫുൾ ഓർഡർ ചെയ്തതിനേക്കാൾ ഏറ്റവും ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഫിഷ് മാങ്ങാക്കറി ആയിരുന്നു. പിന്നെ ഇവരുടെ ഷാപ്പിലെ മീൻ കറി ആണെങ്കിലും കൊള്ളാം, അത് കുറച്ചൊരു സ്പൈസി ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ബീഫ് റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് പൊറോട്ടയും ഫിഷ് മാങ്ങാക്കറി ആയിരുന്നു. അതൊരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആയിരുന്നു. നിങ്ങൾ എന്തായാലും അത് ഈ റെസ്റ്റോറൻറ്റ് വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. മലയാളി റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും വന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഡൈനിങ് സ്പേസ് തന്നെ ഇവർക്കുണ്ട്. റേറ്റ് ആണെങ്കിലും ഒത്തിരി ഒന്നും കൂടുതലൊന്നുമല്ല. മൊത്തത്തിൽ ഞങ്ങൾക്ക് ബില്ലായത് ഏകദേശം 200 യൂറോയ്ക്ക് അടുത്താണ്. ശരിക്കും പറഞ്ഞാൽ മുമ്പ് അറിഞ്ഞു